ശില്പ, ഈ സമരത്തിൽ രാജ്യം ഇന്ന് കാണുന്ന ചിത്രം എന്താണ്? ഇന്നലെ അടക്കം അടിച്ചമർത്താൻ ശ്രമിച്ച സമരം അത് ചോരകൾ തെറിപ്പിച്ചെങ്കിലും കൂടുതൽ ആവേശത്തോടുകൂടി ഒരു തുള്ളിയിൽ നിന്ന് 1000 എന്ന അർത്ഥത്തിൽ ഇന്നും പൂത്തുലയുന്നതാണ് കാണുന്നത്. ഏതൊക്കെ തരത്തിലേക്കാണ് സമരം അവിടെ നീങ്ങുന്ന, സമരമുഖത്ത് നിന്നുള്ള ഒരാൾ എന്ന നിലയിൽ കൂടി? ജന്തർ മന്ദറിൽ നടക്കുന്ന ഈ സമരം യഥാർത്ഥത്തിൽ രാജ്യം കണ്ടതിൽ വെച്ച് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ വിദ്യാർത്ഥി യുവജന മൊബിലൈസേഷനാണ് ഇന്നലെ ജന്തർ മന്ദറിൽ നടന്നിട്ടുള്ളത്. നിരവധി നാളുകളായി, ഏകദേശം 2 മാസത്തോളമായി രാജ്യത്തിലെ വിദ്യാർത്ഥികളും യുവാക്കളും മുന്നോട്ട് വെക്കുന്ന ചില പ്രധാനപ്പെട്ട ആവശ്യങ്ങളും ചില പ്രധാനപ്പെട്ട കൺസേൺസ് ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 2 മാസം കൊണ്ട് 22-ലേറെ വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തിനകത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആത്മഹത്യകൾ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വലിയ തരത്തിലുള്ള ട്രോമയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള സമീപനം ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഒരു നാഷണൽ എക്സാം പോലും വേണ്ട രീതിയിൽ നടത്താൻ കഴിയാതെ, അതിൻ്റെ പേപ്പർ ചോർച്ചയായിക്കോട്ടെ, അതിൻ്റെ ഇവാലുവേഷൻ ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാവാതെ നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് വിളയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സമരം വലിയ പ്രസക്തിയുള്ളൊരു സമരമായിട്ടാണ് ഇന്ന് നമ്മുടെ രാജ്യമെമ്പാടും മാറുന്നത്. വിദേശത്ത് നിന്ന് അടക്കമുള്ള ആളുകൾ ഈ ഒരു സമരത്തിനെ ആ രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത്. ഇന്നലെ ജന്തർ മന്ദറിൽ നടന്നിട്ടുള്ള മൊബിലൈസേഷനിൽ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. വലിയൊരു സംഖ്യയിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് SFIയും ഈ സമരത്തിൻ്റെ ഭാഗമായിരുന്നു. ആ സമരത്തിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടി പലതരത്തിലുള്ള അസോൾട്ട് മെക്കാനിസം, പലതരത്തിൽ ആ സമരത്തിനെ തടയിടുന്നതിന് വേണ്ടി ഡൽഹി പോലീസും പാരാമിലിറ്ററി ഫോഴ്സും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്റും ശ്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത് ഇന്നലെ ഉച്ച കഴിഞ്ഞതോടുകൂടി അവിടെ നടന്നിട്ടുള്ള ഭീകരമായിട്ടുള്ള ലാത്തി ചാർജാണ്. വളരെ സമാധാനപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അടിക്കുന്നതിന് വേണ്ടിയും നിർദാക്ഷിണ്യം അടിക്കുന്നതിന് വേണ്ടിയും അവരെ പരിക്കേൽപ്പിക്കുന്നതിന് വേണ്ടിയും തയ്യാറാകുന്ന തരത്തിലേക്ക് പോലീസ് സംവിധാനം ഉയർന്നു വന്നു എന്നുള്ളതാണ്. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് പോലീസ് മാത്രമല്ല, മറ്റ് സിവിൽ ക്ലോത്ത്സ് ധരിച്ചുകൊണ്ട് നെയിം ബാഡ്ജ് ഇല്ലാതെ വളരെ അലക്ഷ്യമായിട്ടുള്ള രീതിയിൽ ഡൽഹി പോലീസിന്റെ ഹെൽമെറ്റ് അടക്കം വെച്ചുകൊണ്ട് ചില ഗുണ്ടകൾ ആ സമരത്തിനകത്ത് പങ്കെടുത്തു. ആ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി, ആ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി തയ്യാറായി എന്നുള്ള വളരെ കൺസേണിംഗ് ആയിട്ടുള്ള ഒരു ചിത്രം കൂടി നമ്മൾ കണ്ടു. പെൺകുട്ടികളെ അടക്കം സെക്ഷുവലി അസോൾട്ട് ചെയ്യുന്നതിനും യാതൊരു ദയയും ദാക്ഷിണ്യവും കൂടാതെ വലിയ രീതിയിൽ ഉപദ്രവിക്കുന്നതിനും വേണ്ടി ഇവർ തയ്യാറായി. തുടർന്ന് ജന്തർ മന്ദറിനകത്തേക്ക് ടിയർ ഗ്യാസ് ഫയർ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിരുന്ന ക്രാന്തി കോർണർ, ആ ക്രാന്തി കോർണറിനകത്തേക്ക് ടിയർ ഗ്യാസ് എറിഞ്ഞുകൊണ്ട് ആ ക്രാന്തി കോർണറിനെ അടിച്ചു തകർക്കുന്നതിന് വേണ്ടി തയ്യാറായി. ആ ജന്തർ മന്ദറിനകത്തുള്ള മുഴുവൻ ടെന്റുകളും മുഴുവൻ വിദ്യാർത്ഥികൾ സംഘടിക്കുന്ന ഓരോരോ ഇടങ്ങളും തകർക്കുന്ന തരത്തിലേക്ക് ഇന്നസെന്റ് ആയിട്ട് അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ, പീസ്ഫുള്ളായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ നേരെ ടിയർ ഗ്യാസ് അടക്കം ഉപയോഗിക്കുന്നതിന് വേണ്ടിയും അവരെ അടിച്ചോടിക്കുന്നതിന് വേണ്ടിയും തയ്യാറായി. ജാലിയൻവാല ബാഗായി ബന്ധപ്പെട്ട് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. സമാനമായിട്ടുള്ള രീതിയിലുള്ളൊരു ദൃശ്യമാണ് ഇന്നലെ നമുക്ക് ജന്തർ മന്ദറിൽ കാണാൻ കഴിഞ്ഞത്. വളരെ ഇടുങ്ങിയ വഴികളിലൂടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു കടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ തിക്കിലും തിരക്കിലും അടക്കം പെട്ടുകൊണ്ട് കുഞ്ഞു മക്കളടക്കം സ്വന്തം കുഞ്ഞുങ്ങളെ ആയിട്ടും സീനിയർ സിറ്റിസൺസ് ആയിട്ടും കുടുംബമായിട്ടും വന്നിട്ടുള്ള ആളുകളടക്കം അതിനിടയ്ക്ക് പെട്ടുപോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നടന്ന് ആ സ്ഥലത്ത് നിന്ന് നീങ്ങുന്ന ആളുകൾക്ക് നേരെ അക്രമം ഉയർത്തുന്നതിന് വേണ്ടി പോലീസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും പാരാമിലിറ്ററി ഫോഴ്സിന്റെ ഭാഗത്തുനിന്നും പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്.